സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് മൊഴി നൽകിയിട്ടില്ല വീണ. CMRLന് സേവനം നൽകാതെ പണം വാങ്ങിയെന്ന് മൊഴി നൽകിയിട്ടില്ലെന്ന് വീണ വിജയൻ. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ മൊഴി നൽകി. അവർ അത് രേഖപ്പെടുത്തി. എന്നാൽ സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് മൊഴി നൽകിയില്ല. ഇത്തരം പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും വീണ വിജയൻ പറഞ്ഞു. ഇടപാടുമായി ബന്ധപ്പെട്ട് ഇതാദ്യമായാണ് വീണ വിജയന്റെ പ്രതികരണം. വീണയുടെ മൊഴി എന്ന പേരിൽ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ തെറ്റാണെന്ന് നേരത്തെ വീണയുടെ ഭർത്താവും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സേവനം നൽകാതെ പണം വാങ്ങിയെന്ന് മൊഴി നൽകിയിട്ടില്ലെന്നാണ് മൊഴി നൽകിയ ആളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായതെന്ന് മന്ത്രി പറഞ്ഞു. അസത്യമായ വാർത്തയാണ് കൊടുത്തത്. അത്തരമൊരു മൊഴി നൽകിയിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്നത് അതേപോലെ വാർത്തയാക്കുന്ന സ്ഥിതി വന്നാൽ പ്രത്യേകിച്ച് മറുപടി പറയാനില്ല. വാർത്ത നൽകുന്നവർക്ക് എന്ത് നൽകാമല്ലോ. മറ്റ് കാര്യങ്ങളെല്ലാം കോടതിയിലുള്ള കാര്യമാണ്. മറ്റു വിഷയങ്ങളിൽ പ്രതികരിക്കുന്നില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ CMRLന് ഒരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടില്ലെന്ന് എക്സാലോജിക് ഉടമ വീണ വിജയൻ മൊഴി നൽകിയെന്നായിരുന്നു SFIOയുടെ റിപ്പോർട്ട്. ചെന്നൈ ഓഫീസിൽ ചോദ്യം ചെയ്തപ്പോൾ വീണ ഇത്തരത്തിൽ മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. വീണയ്ക്ക് പുറമെ എക്സാലോജിക് ഉദ്യോഗസ്ഥരും CMRL IT വിഭാഗം മേധാവിയും ഇത് സമ്മതിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം CMRL എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസ് കൂടുതൽ കേന്ദ്ര ഏജൻസികളിലേക്ക് SFIO കൈമാറി. കേസിലെ അന്തിമ കുറ്റപത്രമാണ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയത്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നിവർക്കാണ് കേസിലെ അന്വേഷണ വിവരങ്ങൾ കൈമാറിയത്.